ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ജേണൽ വീഡിയോ ആയാലോ? നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ജേണൽ വീഡിയോസ് വരുന്നത്. അപ്പം നമുക്ക് ജേണൽ ചെയ്യാം. ഞാനിതുവരെ 4 ജേണലേ ചെയ്തിട്ടുള്ളൂ. ഈ ബുക്കിൽ 2 ഉള്ളൂ. ഞാൻ പണ്ട് ഒരു കുഞ്ഞു ബുക്ക് ഞാൻ തന്നെ ഒരു മീഡിയം സൈസിലെ ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അതിലൊരെണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ A4 പേപ്പറിൽ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് കാണാനില്ല. ബുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എപ്പോഴേലും വീഡിയോ ഇടാം അതിൻ്റെ. അപ്പം 4 ചെയ്തിട്ടുള്ളൂ. അപ്പം 5-മത്തത് ഇപ്പം ചെയ്യാൻ പോവുകയാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റൈൽസിൽ, ഫാൻസി സ്റ്റോറിലൊക്കെ പോകുമ്പം ഇതുപോലത്തെ പേപ്പറിൽ ഇട്ടിട്ടാണ് അവർ തരുന്നതല്ലോ. ആ പേപ്പറാണിത്. ചിലവരൊക്കെ ബ്രൗൺ കവറ് കിട്ടുമ്പം അതൊക്കെ ഷേപ്പിൽ മുറിച്ചൊക്കെ വയ്ക്കാറുണ്ട്. ഞാനെന്തായാലും ഈ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മിക്ക ജേണലിലും ഈ ഒരു ബ്രൗൺ കളറിലെ പേപ്പർ കാണും. കാരണം ഈ പേപ്പർ എൻ്റെ കൂടുതലുണ്ട്. പിന്നെ എൻ്റെ അധികം ജേണൽ സപ്ലൈസ് ഒന്നും ഞാൻ മേടിക്കാറില്ല. ഇങ്ങനെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ജേണൽ ചെയ്യലാണ് എൻ്റെ പരിപാടി. അപ്പം നമ്മൾ അടുത്ത പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. അടുത്ത പേപ്പർ എവിടെ വെക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ താഴെ തന്നെ വെക്കാമെന്നുള്ളൊരു പ്ലാനിങ് പെട്ടെന്ന് കിട്ടി. സൈഡിൽ കുറച്ച് ഭാഗം കയറിയിരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കീറിക്കളഞ്ഞു. പശ തേച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നല്ലപോലെ പശ വാരിപ്പൊത്തുന്നുണ്ട്. മിക്കവാറും ഈ ജേണൽ കഴിയുമ്പോൾ എൻ്റെ ഒരു ഉപ്പ് പശ തീരും. അതെനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് കയ്യിൽ പശ പറ്റാനും പാടില്ല, പക്ഷേ ഇത് താഴെ ഒട്ടുകയും വേണം. അങ്ങനൊരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നടുക്കൊട്ടിക്കാനുള്ള ബ്രൗൺ കളർ പേപ്പർ പറന്നു വന്നു. അപ്പോൾ അതെടുത്ത് ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഞാൻ എന്തായാലും കയ്യിൽ പശയൊന്നും പറ്റാതെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അതും തീർന്നു. ഇനി ആ പറന്നു വന്ന പേപ്പർ എവിടെ ഒട്ടിക്കണമെന്ന് ആണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒട്ടിക്കണോ അതോ ഇവിടെ ഒട്ടിക്കണോ? പിന്നെ അവസാനം നടുക്കൊട്ടിക്കാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ നടുക്കൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഞാൻ പശ വാരി പൊത്തിയിട്ടുണ്ട്. നല്ലപോലെ പൊത്തുന്നുണ്ട്. പക്ഷെ എന്തായാലും മിക്കവാറും ഇന്ന് തന്നെ തീരും. ഞാൻ നല്ലപോലെ ഞെക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ കീറി വെച്ച പീസ് ഞാൻ അതും കൂടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാദ്യം ഞാൻ മേളിൽ ഒട്ടിക്കാൻ വെച്ച്, മേളിലത്തെ ആ പേപ്പറിൻ്റെ സൈഡിൽ. പിന്നെ അവിടെ വേണ്ടെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടൊട്ടിച്ച്. പിന്നെ അതൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും എന്നാലോചിക്കുന്നു ഞാൻ. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ വിചാരിച്ചത്. ഇതൊരു ട്രാൻസിഷൻ ആയിരുന്നു. പെട്ടെന്നൊരു ട്രാൻസിഷൻ വന്നു. പെട്ടെന്ന് സ്റ്റിക്കേഴ്സൊക്കെ വന്നു. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് സെല്ലോ ടേപ്പ് ഒന്നൊട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ എടുക്കുക, പശ ഒട്ടിക്കുക, പശ തേക്കുക, ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. വേറെ മെനക്കേടൊന്നുമില്ല ജേണൽ ചെയ്യുമ്പോഴത്തേക്കും. ഇതുപോലെ കുറേ ഒറ്റ ഷീറ്റിൽ തന്നെ ഇങ്ങനെ ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങൾ, കുറേ ഇമേജസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണിത്. എന്നിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ച്
എല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് അല്ല, ഒരു പേപ്പർ ബാഗ്, കുഞ്ഞു പേപ്പർ ബാഗ്സ് ഉണ്ടാക്കി അതിൽ വെച്ച് സൂക്ഷിച്ച് വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണതൊന്ന് പിന്നെയും പുറത്തെടുത്തത്. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് പശയൊക്കെ തേച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ഹാർട്ട് ഉണ്ട്, പിന്നെ കുറച്ച് പാണ്ടയുടെ സ്റ്റിക്കേഴ്സും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഞാൻ എടുത്ത് വെച്ചതിനാൽ ഞാൻ തന്നെ നല്ലപോലെ കഷ്ടപ്പെട്ട് ഒട്ടിക്കേണ്ടി വന്നു. അപ്പോൾ അതിങ്ങനെ പശയൊക്കെ തേച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലാഗ് ആവുന്നുണ്ട്, എന്നാലും എല്ലാവരും ഇരുന്ന് കാണുക. എൻ്റെ കയ്യിൽ ചെറുതായിട്ട് പശ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ പാണ്ടേനെ ഒന്ന് ഞെക്കിയാൽ ചിലപ്പം അതെൻ്റെ കൈ ഒട്ടി വരും, എന്നിട്ടിങ്ങനെ പൊക്കിയിട്ട് പശ ഒട്ടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കയ്യിൽ പശ ഉണ്ടായിരുന്നു, പക്ഷേ പാണ്ട ഒട്ടി വന്നില്ല. വെറുതെ വിരലിട്ട് ഞെക്കി. പിന്നെ നൈസിനങ്ങ് വലിച്ചങ്ങ് എടുത്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കണം. അപ്പോൾ ഒരുവിധം സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെയും ട്രാൻസിഷൻ. വാവ്, സ്റ്റിക്കറിൻ്റെ ട്രാൻസിഷൻ കഴിഞ്ഞപ്പം അടുത്തത് ഫ്ലവേഴ്സ് വന്നു. ഫ്ലവേഴ്സും ഒട്ടിക്കണം. ഞാൻ ഇതെല്ലാം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടേ ഒട്ടിക്കത്തുള്ളൂ. ചിലവർക്കൊക്കെ ഐഡിയ ഉണ്ടാകും, ഇതിവിടെ ഒട്ടിച്ചാൽ ഇങ്ങനെ ഭംഗിയുണ്ടാവും, ഇങ്ങനെ ഒട്ടിക്കണം എന്നൊക്കെ. ചിലവർക്ക് ഇങ്ങനെ വെച്ചൊക്കെ നോക്കി ഭംഗിയുണ്ടാകുന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്താലേ സെറ്റാകത്തുള്ളൂ. എനിക്ക് ചില സമയത്ത് അങ്ങനെ വെച്ച് നോക്കണം, ചില സമയത്ത് വെച്ച് നോക്കാതെ ഞാൻ തന്നെ ചെയ്യും, അപ്പോൾ കറക്റ്റാവും. പല സമയത്തും പല പല രീതിയിലാണ്. ഇപ്പം ഞാൻ ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഫ്ലവറാണെന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുമോ? ഏത് ഫ്ലവറാണെന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. ആർക്കൊക്കെ അറിയാമോ നോക്കട്ടെ. ഇത് ഞാൻ നടന്ന് പെറുക്കി എടുത്ത് ഉണക്കി വെച്ചതാണ്. ഡ്രൈ ഫ്ലവേഴ്സ് അല്ല, ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. ഇതിൽ ഞാൻ പുറത്തുനിന്നൊരു സാധനവും മേടിച്ചിട്ടില്ല, എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കിയതാണ്. ഡ്രൈ ഫ്ലവേഴ്സ് ഇപ്പം ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് തഴുതാമ അതെന്തോ ഒരു പുല്ലാണ്, പക്ഷേ അതിൽ നല്ലൊരു പൂവുണ്ടാകും. പല തഴുതാമക്കും പല പല കളറാണ്. പിങ്ക്, വൈറ്റ്, പർപ്പിൾ അങ്ങനെ പല പല കളേഴ്സിലുള്ളതുണ്ട്. അപ്പോൾ ഇത് ഏത് കളറാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എടുത്ത് ഉണക്കി വെച്ച്. അപ്പം എൻ്റെ കുറേ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട്. അപ്പം പിന്നെ ഈ താഴെയുള്ള ഡ്രൈ ഫ്ലവർ മറ്റേ കടലാസ് പൂവില്ലേ, അതാണ് അത്. അപ്പോൾ അത് ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് തഴുതാമ 2 ഞാൻ വൈറ്റ് ഗ്ലൂ കൊണ്ട്, നമ്മുടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു. പിന്നെ താഴെ ഒരെണ്ണം ഞാൻ താഴെ ഒരെണ്ണം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അത് ഒട്ടിക്കാൻ നേരത്ത് ഗ്ലൂ ഗണ്ണെടുത്ത് ഞാനൊരു ഏതോ ഒരു ചാനലിൽ ജേർണൽ വീഡിയോ കണ്ടപ്പം
ഇങ്ങനെ ഗ്ലൂ ഒഴിച്ചിട്ട് ഇങ്ങനെ ടാപ്പ് കൊണ്ട് എന്തിൻ്റെയെങ്കിലും അടപ്പുകൊണ്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വട്ടത്തിൽ പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ ഞാനതുപോലെ ട്രൈ ചെയ്തതാണ്, പക്ഷേ ഫ്ലോപ്പായി. പിന്നെ ഞാൻ ചൂടുള്ളത് കൊണ്ട് വിരൽ വെച്ച് ഞെക്കാനും പറ്റത്തില്ല. പിന്നെ പതിയെ എങ്ങനെയൊക്കെയോ ഞെക്കി എടുത്ത് അടപ്പ് കൊണ്ട് ഞെക്കിയിട്ട് അടപ്പ് അവിടെ ഒട്ടിയിരുന്ന് വരുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ വിരലൊക്കെ വെച്ച് ഒട്ടിച്ച്. ചൂടുണ്ടായിരുന്നു. ആരും അങ്ങനെ ട്രൈ ചെയ്യരുത്, കൈ പൊള്ളിയിരിക്കും. പിന്നെ ഒട്ടിച്ച് കുറേ ഗ്ലൂ ഞാൻ നിറച്ച് ഗ്ലൂ വാരി ഒഴിച്ചിട്ടുണ്ട്. ഈ ഗ്ലൂ ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നൂല് പോലെ സാധനം വരും. പിന്നെ ഞാൻ അതിലൊന്ന് വലിച്ച് എടുക്കലായിരുന്നു പണി. അങ്ങനെ നൂല് പോലെ വരാതിരിക്കാൻ എന്തോ ഹാക്ക് എന്തോ ഉണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു. ഇനി അത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ട്രാൻസിഷൻ ഇതിൽ ഞാൻ കുറച്ച് റൈറ്റിങ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തതിൽ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഞാൻ വോയിസ് ഓവർ ചെയ്ത ഹെഡ്സെറ്റ് വെച്ചാണ്. അപ്പം നമ്മുടെ വായുടെ ഈ അടുത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്, ലിപ്പിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ശ്വാസം എടുക്കുമ്പോൾ ഇതിങ്ങനെ അടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം എല്ലാവരും ക്ഷമിക്കുക.